കർത്താവിൽ ആശ്രയിക്കുന്നവൻ എവിടെ നട്ട മരം പോലെയാണ്. ആറ്റുതീരം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. വേനൽക്കാലത്ത് അതിന്റെ ഇലകൾ എപ്രകാരമായിരിക്കും എന്നാണ് പറയുന്നത്. പച്ച. ദേവദാസി കൊളേത്താമ തന്റെ ജീവിതത്തെ എന്തിനുള്ള ഇടമായാണ് കണ്ടത്? ഈശ്വരേച്ഛയുടെ ലീലാവിലാസങ്ങൾക്ക് അരങ്ങേറാനുള്ള ഇടമായി. ഏകാന്തതയുടെ കാർമേഘങ്ങൾക്കുമേൽ കൊളേത്താമ തീർത്തത് എന്താണ്? മാരിവില്ല്. ദൈവഹിതത്തെക്കുറിച്ചുള്ള അമ്മയുടെ വാക്കുകൾ എന്തായിരുന്നു? ഇതൊന്നും ആരുടെയും കുറ്റമല്ല, എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണ്. ദൈവദാസിക്ക് 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ മാധുര്യമായത് എന്തായിരുന്നു? ദൈവവചനം. വിജനതയിൽ കൂടാരം തീർത്ത കൊളേത്താമ്മയുടെ കൂടാരക്കുറ്റികൾ ഉറപ്പിച്ചത് എന്തിന്റെ മതിലിലാണ്? ജ്ഞാനത്തിന്റെ മതിലിൽ. ഈശോയുടെ നാമത്തെ പ്രതി എല്ലാം പരിത്യജിക്കാൻ അമ്മയെ സ്വാധീനിച്ച തിരുവചനം ഏത് സുവിശേഷത്തിലേതാണ്? മത്തായി 6:24. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ എത്ര ദിവസം കൂടുതൽ അഭികാമ്യമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്? 1 ദിവസം. വകതിരിവ് പഠിക്കുവാൻ പറയുന്ന സുഭാഷിത വാക്യം ഏതാണ്? സുഭാഷിതം 8:5. ദൈവദാസി കൊളേത്താമ്മയുടെ അധരങ്ങളെ മുദ്രിതമാക്കിയത് എന്തിന്റെ വചനമാണ്? സത്യത്തിന്റെയും ജീവന്റെയും വചനം. രാവിലും പകലിലും അവിടുത്തെ നാമം അനുസ്മരിച്ചതിനാൽ കർത്താവ് അമ്മയ്ക്ക് എന്തായി? ഓഹരി. ദൈവനാമം അമ്മയുടെ നാവിന് എന്തിനേക്കാൾ മധുരമായിരുന്നു? തേൻ. അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയിലെ സംബോധന എന്തായിരുന്നു? എന്റെ സ്നേഹനാഥ. കൊളേത്താമ്മയുടെ ജ്ഞാനസ്നാന വേളയിൽ തുണച്ചത് ആരൊക്കെയാണ്? വിശുദ്ധ യൗസേപ്പ്, പരിശുദ്ധ മറിയം. മറിയം എന്ന നാമം എവിടെ മുടിച്ചൂടിക്കപ്പെട്ടതാണ്? സ്വർഗം. എല്ലാ വരപ്രസാദങ്ങളുടെയും ഉറവിടം ആരാണ്? പരിശുദ്ധ അമ്മ. സന്തോഷ സന്താപങ്ങൾ വരിച്ച വിശുദ്ധൻ ആരാണ്? വിശുദ്ധ യൗസേ പിതാവ്. യാഥാർത്ഥ്യമാകുന്നതിനു മുൻപേ ആവശ്യമായവയെ കാണാനുള്ള കഴിവുള്ള ഗണം ഏതാണ്? ക്രോവേന്മാർ. മാലാഖമാരുടെ ഗണത്തിന് അടുത്ത ദിവ്യത്വം ആർക്കുണ്ടായിരുന്നു? കൊളേത്താമ്മ. അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ ആരായിരുന്നു? മാലാഖമാർ. അമ്മ ദിവസത്തിൽ പല പ്രാവശ്യം ചൊല്ലിയിരുന്നത് ഏത് കൊന്തയാണ്? മാലാഖ കൊന്ത.
മാലാഖ കൊന്തയിലെ 9 ഗണം മാലാഖമാരുടെ ബഹുമാനത്തിനായി എത്ര ത്രിത്വസ്തുതി വീതമാണ് ചൊല്ലിയിരുന്നത്? 3. വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ചുള്ള ചിന്തകൾ അമ്മയ്ക്ക് എന്തായിരുന്നു? പ്രചോദനം. ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം എന്നത് ആരുടെ പ്രസിദ്ധ വചനമാണ്? വിശുദ്ധ ക്ലാര.